ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ പുതിയ കോച്ചിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് കാറ്റാലെ പുറത്താക്കിയിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ടെർമിനേഷൻ കോൺട്രാക്ട് ഇതുവരെ സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനമായിട്ടുള്ള മാർക്കസ് മർഗുല പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് പകരക്കാരൻ കോച്ചിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ്. ഇംഗ്ലീഷ് പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡേവിഡ് കാറ്റാലയ്ക്ക് പകരക്കാരനായിട്ടായിരിക്കും ആഷ്ലി വെസ്റ്റ്വുഡ് ബ്ലാസ്റ്റേഴ്സിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൂടുതൽ പറഞ്ഞു നിർത്തിക്കേണ്ട കാര്യമില്ല. പുള്ളി ഓൾറെഡി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പൊ എന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ആഷ്ലി വെസ്റ്റ്വുഡ് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വെസ്റ്റ്വുഡ് വരുമ്പം വെസ്റ്റ്വുഡിനോട് ഇത് ഏറ്റെടുക്കരുത് എന്നാണ് ആരാധകൻ എന്ന നിലയിൽ പറയാനുള്ളത്. കാരണം ഒരു ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരരുത്. കൃത്യമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വേണ്ട പ്ലേയേഴ്സ്, സെറ്റ് ഓഫ് പ്ലേയേഴ്സ്, യൂണിറ്റി ഓഫ് പ്ലേയേഴ്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലാതെ വീണ്ടും ഒരു ബലിമൃഗമായി മാറുന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു പരിശീലകന് ക്രിയേറ്റീവ് ഫ്രീഡം ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പരിശീലനം ഒന്നുകൊണ്ട് കാര്യമായിട്ടൊന്നുമില്ല. പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് തന്നാൽ പറ്റുന്ന വിധത്തിൽ ഈ ടീമിനെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ഇവാനെ പോലും പിന്നിൽ നിന്ന് നോക്കിയ ഒരു മാനേജ്മെന്റ് ഉള്ള ഒരു ടീമിലേക്ക് നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബംഗളൂരു എഫ് സി ലീഗ് ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ട്, ഫെഡറേഷൻ കപ്പ് ജേതാക്കളാക്കിയിട്ടുണ്ട്, പഞ്ചാബിനൊപ്പം നല്ല വിജയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് വെസ്റ്റ്വുഡ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി പുള്ളി ഇന്ത്യയിലേക്ക് എത്തി കഴിഞ്ഞു. പക്ഷേ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. പുള്ളി ഇന്ത്യ വന്നു കഴിഞ്ഞു.